എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. HST മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ സീരീസിൻ്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിലും ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിച്ചാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കണേ. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡയറക്റ്റ് ഫോർമുലയാണ്. ഈ ഫോർമുല ഒരുമാതിരി എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല തന്നെയാണിത്, അല്ലേ? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നുള്ളതാണ് ആൻസർ വരിക. പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, എലിപ്സിൻ്റെ ഏരിയ ഓർത്തിരിക്കണേ മക്കളെ. പൈ എ ബി ആണ് എലിപ്സിൻ്റെ ഏരിയ കേട്ടോ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എലിപ്സിൻ്റെ ഏരിയ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാവണം എന്നില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കാം ഒരുപക്ഷെ തരുന്നുണ്ടാവുക. നിങ്ങൾ സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്തെടുത്താൽ മതി? ഏരിയ ഇസ് ഈക്വൽ ടു പൈ എ ബി എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? പൈ എ ബി. എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ എ ബി ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു എലിപ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? 16. ബി സ്ക്വയറിൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് 4 കിട്ടും, ബിയുടെ വാല്യൂ 3 കിട്ടും. എലിപ്സിൻ്റെ ഏരിയ പൈ എ ബി ആണ്, അല്ലേ? പൈ എ ബി പൈ ഇൻറ്റു 4 ഇൻറ്റു 3 12 പൈ വരും ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് വരാം. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യനിലും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞ് പോകുന്നത് ഇതിലെന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന കേസ് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലാസും റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും കൂടെ ഒക്കെ പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഒരു ലിമിറ്റ് ഇവാലുവേഷൻ ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 2 ബൈ n ഇൻറ്റു n പ്ലസ് 3. ഓക്കെ, എപ്പോഴും ആലോചിക്കണം, ഈ ടെൻസ് ടു ഇൻഫിനിറ്റി വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ചെയ്യാൻ. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഫോർമാറ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിലും എന്നിൻ്റെ ഹയസ്റ്റ് പവർ വരുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻറ്റും അതേ ടേം തന്നെ ആയിരിക്കണം താഴെയും വരിക. മുകളിലും താഴെയും ഹയസ്റ്റ് പവർ വരുന്ന ടേമുകൾ തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസ് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ലിമിറ്റിൻ്റെ ആൻസർ നേരെ എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് എന്തായാലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3n² വരും, താഴെ n² വരും. അങ്ങനെയാണെങ്കിൽ മുകളിൽ n² കോയിഫിഷ്യൻറ്റ് 3, താഴെ n² കോയിഫിഷ്യൻറ്റ് 1. 3/1 3 എന്ന ഉത്തരത്തെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതായത് ലിമിറ്റ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. n ടെൻസ് ടു ഇൻഫിനിറ്റി 3n² മൈനസ് എന്താണ് 6n 3n² മൈനസ് 26 6n പ്ലസ് n മൈനസ് 2 ബൈ n² പ്ലസ് 3n. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് മാത്രം ആലോചിച്ചാൽ മതി? ഈ കോയിഫിഷ്യൻസ് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ n² കോയിഫിഷ്യൻറ്റ് 3 ആണ്, താഴെ 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3/1 3 എന്ന ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ എ 3 വരും ആൻസർ. ഓക്കെ, ഇതിൻ്റെ പല കേസസ് നിങ്ങൾ ഓർത്തോണേ. ഈ സെയിം അല്ലാത്ത കേസ് വരാമല്ലോ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n² പ്ലസ് 1 ബൈ n³ പ്ലസ് 1 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ n³ ആണ്, മുകളിൽ n³ ഇല്ല. ഹയസ്റ്റ് പവർ ഓഫ് n³ ആണ്, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? 1/1 എന്ന് ഒരിക്കലും എഴുതരുത്. ഇത് ബാലൻസ് ചെയ്യാനൊരു 0 n³ നിങ്ങൾ മുകളിൽ കൊടുക്കുക. ഓക്കെ, അപ്പം മുകളിലും താഴെയും ഹയസ്റ്റ് പവർ n³ ആയി.
അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻസിൻ്റെ റേഷ്യോ 0 ബൈ താഴെ എൻ ക്യൂബിൻ്റെത് 1, ആൻസർ 0 വരും. പിടികിട്ടിയോ? കോയിഫിഷ്യൻ്റ് പവർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഹരിക്കാം, സെയിം അല്ലെങ്കിൽ സെയിം ആക്കിയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് തിരിഞ്ഞു വരികയെന്ന് വെച്ചോളൂ. എൻ ക്യൂബ് പ്ലസ് 1 ബൈ എൻ സ്ക്വയർ പ്ലസ് 1 വരികയെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ മുകളിലാണ് ഹയസ്റ്റ് പവർ വരുന്നത്, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ താഴെ ഞാൻ 0 എൻ ക്യൂബ് കൊടുക്കുന്നു. ഇൻഫിനിറ്റി കേസിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ ഈ ഐഡിയ ആപ്ലിക്കബിൾ ആവുള്ളൂ. മുകളിൽ എൻ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് 1, താഴെ എൻ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് 0. 1/0 ഇൻഫിനിറ്റി വരും. ഓക്കെ, ഇപ്പോൾ 0 വരുന്ന കേസ് പറഞ്ഞു, ഇൻഫിനിറ്റി വരുന്ന കേസ് പറഞ്ഞു. ഇനി അല്ലാണ്ട് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്ന കേസും നമുക്ക് പറയാം. എന്താണ്? ഇതേപോലെ ഹയസ്റ്റ് പവറുകൾ തുല്യമായിട്ട് വരുന്ന കേസ്. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെ സെയിം ആയിട്ട് വരുന്നതാണ് അല്ലേ. അതിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ക്യൂബ് പ്ലസ് 3n റൈസ് ടു 4 മൈനസ് 2 ബൈ 5n റൈസ് ടു 4 മൈനസ് എൻ ക്യൂബ് പ്ലസ് 6. ഇങ്ങനെയാണ് ചോദ്യം എന്ന് വെച്ചോളൂ. ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും n റൈസ് ടു 4 ആണ് ഹയസ്റ്റ്, ശരിയാണേ. അത് സെയിമും ആണ്, ശരിയല്ലേ? സെയിം ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി n റൈസ് ടു 4 സെയിമും ആണ്, ഹയസ്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഹരിച്ചാൽ ആൻസറായി. മുകളിൽ n റൈസ് ടു 4ൻ്റെ കോയിഫിഷ്യൻ്റ് 3, താഴെ 5, 3/5 വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഐഡിയ ഓക്കെ ആണല്ലോ, ഈ ക്വസ്റ്റ്യൻ സെറ്റാണേ. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. 3 ഈസ് ദ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എക്സിൻ്റെ സംഭവ്യതാ സാന്ദ്രത ഏകതം തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് kx² ആണ്, 0 > x > 2. കഴിഞ്ഞ ഇതിന് മുൻപ് നടന്ന HST എക്സാമിലെ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. 0 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1 കിട്ടണം എന്നറിയാം അല്ലേ. ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എടുത്താൽ ആൻസർ 1 വരണം എന്നറിയാം. ഫ്രം ദാറ്റ് 0 to 2 ഡിഫൈൻഡ് ആയിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ആരാണ്? kx² dx is equal to 1. സോ k ഇൻറ്റു x²ൻ്റെ ഇൻ്റഗ്രൽ x³ 3 ഓവർ ദ ലിമിറ്റ് 0 to 2 is equal to 1 എന്ന് വരും. സോ k ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്ത 2³ 8/3, ലോവർ ലിമിറ്റ് 0 ആയിട്ട് കൊടുക്കേണ്ട, is equal to 1. ഫ്രം ദാറ്റ് k is equal to ക്രോസ് ചെയ്താൽ 3/8 വരും. ഓക്കെ, ഓപ്ഷൻ സി 3/8 ആണ് നമുക്ക് എന്ത് കിട്ടുക? കെയുടെ വാല്യൂ കിട്ടുക, ശരിയല്ലേ? k ഇൻറ്റു 8/3 ആണ് എന്ത് വരിക? 1 വരിക. അവിടുന്ന് കെയുടെ വാല്യൂ 3/8 വരും. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നോക്ക്, 1 + 1/2² + 1/3² + എക്സെട്ര എന്ന സീരീസ് വിവ്രജിക്കുന്നു. വിവ്രജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. സംവ്രജിക്കുന്നു എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ലിമിറ്റ് ഇല്ല, ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്, ഇവയൊന്നുമല്ല എന്നൊക്കെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതെന്താണ് സാധനം? സിഗ്മ 1/2n ആണ്. സോറി, സിഗ്മ 1/n² ആണ്, ശരിയല്ലേ? സിഗ്മ 1/n² ആണ് അല്ലേ. n is equal to 1 to ∞. n-ന് 1 കൊടുത്താൽ 1/1² 1 വരും, n-ന് 2 കൊടുത്താൽ 1/2² വരും, 3 കൊടുത്താൽ 1/3² വരും, പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അവിടെ an എന്ന് പറഞ്ഞാൽ 1/n² ആണ്. ഇതെന്താണ് സാധനം? സിഗ്മ 1/n². സിഗ്മ n എന്ന് പറഞ്ഞാൽ സിഗ്മ 1/n². പി സീരീസ് വിത്ത് p is equal to 2 കൺവേർജൻ്റ് ആണ്, സംവ്രജിക്കുകയാണ് ചെയ്യുക, ശരിയല്ലേ? പി സീരീസ് ആണ്. 1/n² എന്ന് പറയുന്നതാണ് പി സീരീസ്. ഓക്കെ, പി സീരീസ് വിത്ത് p is equal to 2 > 1 കൺവേർജൻ്റ് ആണ് അല്ലേ, കൺവേർജസ് ആണ്, സംവ്രജിക്കുകയാണ് ചെയ്യുക. ഓപ്ഷൻ ബി സംവ്രജിക്കുന്നു എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പി സീരീസിൻ്റെ കൂടെ ഓർത്തിരിക്കാനുള്ളത്, പി സീരീസിൽ 0 < to p 0 p < 1. ഇതാണ് പി സീരീസ് എന്താവുന്ന കണ്ടീഷൻ? ഡൈവേർജൻ്റ് ആവുന്ന കണ്ടീഷൻ, വിവ്രജിക്കുന്ന കണ്ടീഷൻ.
ഓക്കെ, അവിടെ പി ഈക്വൽ ടു 1 എല്ലായ്പ്പോഴും ഓർക്കുക, പി ഈക്വൽ ടു 1 സീരീസ് ഡൈവേർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. പി സീരീസ് വിത്ത് പി ഈസ് ഈക്വൽ ടു 1 ഓൾവേസ് ഡൈവേർജസ്. പി സീരീസിൽ പിക്ക് 1 കൊടുത്താൽ അത് 100% എന്ത് ചെയ്യുമെന്ന് പറയാം, ഡൈവേർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്ക്. ഇൻ്റഗ്രൽ 1 to √3 1/1 + x² dx. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ ആണ് ചോദ്യം. ചെയ്യാലോ. 1/1 + x² എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് 1 to √3. അപ്പർ ലിമിറ്റ് tan ഇൻവേഴ്സ് √3 വരും, മൈനസ് ലോവർ ലിമിറ്റ് tan ഇൻവേഴ്സ് 1 വരും. tan ഏത് ആംഗിളാണ് √3 വരിക, tan 60 ആണ്. 60 എന്ന് പറഞ്ഞാൽ π/3. tan 45 ഡിഗ്രിയാണ് 1 വരിക, ക്രോസ് ചെയ്താൽ 4π - 3π ഡിവൈഡഡ് ബൈ 12. ആൻസർ എന്ത് വരും, π/12. സോ ഓപ്ഷൻ ഡി π/12 ആണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക. ഓക്കെ ആണേ. ആറാമത്തെ ചോദ്യം നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 6. 2x² + 5xy + 2y² + 3x + 3y = 1 = 0 എന്ന ജോഡി വരികൾക്കിടയിലെ, ജോഡി വരികൾ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, അതിനിടയിലെ കോൺ അളവ് എത്രയാണ്, ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു, tan θ = 2 × √h² - ab ഡിവൈഡഡ് ബൈ a + b. ഓക്കെ, ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ ഉപയോഗിക്കുക, tan θ = 2 × √h² - ab ബൈ a + b. ഓക്കെ, കമ്പയർ ചെയ്തോളൂ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ax² + 2hxy + by², പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്, by² + 2gx + 2fy + c = 0. അപ്പോൾ അതിനകത്ത് കമ്പയർ ചെയ്യുക. 2h എന്ന് പറയുന്നത് എത്ര വരും, xyയുടെ കോയിഫിഷ്യൻ്റ് ആണ് 2h എന്ന് പറയുന്നത് 5 വരും, ശരിയല്ലേ. 2h = 5, ഫ്രം ദാറ്റ് h = 5/2. കമ്പയർ ചെയ്താൽ x² കോയിഫിഷ്യൻ്റ് ആണ് a, അത് ഡയറക്റ്റ്ലി നമുക്ക് 2 കിട്ടും, a = 2 കിട്ടും. y² കോയിഫിഷ്യൻ്റ് ആണ് b, അത് ഡയറക്റ്റ്ലി നമുക്ക് 2 കിട്ടും, b = 2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × √h², 5/2ൻ്റെ സ്ക്വയർ 25/4 മൈനസ് ab 2 × 2 4 ബൈ a + b 2 2 4. ഇത് കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 2 ആക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു √25 - 16/4 വരും. 25 - 16 9/4 വരും, ഹോൾ ബൈ ഒരു 2 ഉണ്ട്. സോ √9 3, √4 2, 2 × 2 4, 3/4 കിട്ടും. tan ഇൻവേഴ്സ് 3/4, tan ഇൻവേഴ്സ് 3/4 ആണ്, കോസ് ഇൻവേഴ്സ് 4/5 വരിക. 3 4 5 പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. tan θ എന്ന് പറയുന്നതാണ് 3/4 വന്നിട്ടുള്ളത്, അപ്പോൾ ഇത് 5 വരും അല്ലേ. ഇവിടുന്ന് കോസ് θ എന്ത് വരും, കോസ് θ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 4/5. ഫ്രം ദാറ്റ് θ എന്ത് വരും, കോസ് ഇൻവേഴ്സ് 4/5 അല്ലേ. ഇവിടുന്ന് θ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 4/5. അതാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി കോസ് ഇൻവേഴ്സ് 4/5 ആണ് ആൻസർ വരിക. അപ്പോൾ ഈ ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോളൂ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, 100% അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണിത്. പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിന് ഇടയിലുള്ള, പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമറ്റ് തന്നു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കോണിക്കിനകത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോണിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് സർക്കിൾ ആണോ, പരാബോളയാണോ, എലിപ്സ് ആണോ, ഹൈപ്പർബോളയാണോ, പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്.
സർക്കിളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോർമുല അല്ലാണ്ട് ജനറലായിട്ട് 1-2 ഐഡിയ പറയാം. ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് സെയിം ആയിരിക്കും. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ അത് സർക്കിൾ ആവാനാണ് സാധ്യത. ഓക്കെ, ഇവിടെയും കോയിഫിഷ്യൻറ്റ് സെയിം ആണ്, കണക്ട് ചെയ്യുന്ന പ്ലസ് ആണ്, അത് എന്താണ്. പക്ഷേ സർക്കിളിൽ എക്സ് വൈ ടേം ഉണ്ടാവില്ല, ശരിയല്ലേ? എക്സ് വൈ ടേം ഉണ്ടാവില്ല സർക്കിളിൽ. സർക്കിളിൻ്റെ കണ്ടീഷൻ ഉണ്ട്, പക്ഷേ സർക്കിളിൽ എക്സ് വൈ വരുന്ന ടേം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം നിങ്ങൾക്ക്. പിന്നെ പരാബോളയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് ഒരാൾക്കേ സ്ക്വയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നില്ലെങ്കിൽ എക്സിന് സ്ക്വയർ ഉണ്ടാവും, അല്ലെങ്കിൽ വൈക്ക് സ്ക്വയർ ഉണ്ടാവും. രണ്ട് പേർക്കും കൂടെ സ്ക്വയർ ഉണ്ടാവില്ല പരാബോളയാണെങ്കിൽ. പിന്നെ എലിപ്സ് ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് ഡിഫറൻറ്റും കണക്ട് ചെയ്യുന്ന ചിഹ്നം പ്ലസ്സും ആയിരിക്കും. ഹൈപ്പർബോളയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് ഡിഫറൻറ്റും അവരെ കണക്ട് ചെയ്യുന്നത് മൈനസും ആയിരിക്കും. ഇത് എല്ലായ്പ്പോഴും വർക്ക് ആവണമെന്നില്ല, ഒരു ജനറൽ ഐഡൻറ്റിഫിക്കേഷൻ ഒന്ന് കറക്കി കുത്തണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം, ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് സമയമില്ല ചെയ്യാമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആ ഡിറ്റർമിനൻറ്റ് കണ്ടീഷനൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 16x പ്ലസ് 8y ഇസ് ഈക്വൽ ടു 0 എന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്ക്, സോ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 16x പ്ലസ് 8y ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം സർക്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പ്രകാരം എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കോയിഫിഷ്യൻറ്റ് 1 ആണ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോം വരിക. അപ്പോൾ അതിനകത്ത് എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ അത് 1 ആക്കിയിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പോൾ മൊത്തത്തിലൊരു 4 കൊണ്ട് കട്ട് ചെയ്താൽ 1 ആക്കി കിട്ടും, ഡിവൈഡിങ് ബൈ 4. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4 16x പ്ലസ് 24 8y ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്താൽ 2g എന്ന് പറയുന്നത് -4, 2f എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻറ്റ് 2. ഇവിടുന്ന് g ഇസ് ഈക്വൽ ടു -2, f ഇസ് ഈക്വൽ ടു 1. ഫ്രം ദാറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് -g -f ആണെന്ന് നമുക്കറിയാം. സെൻറ്റർ എന്ത് വരും? മൈനസ് ഓഫ് -2 2 വരും, -1 2 -1. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി 2 -1 ഇസ് ദ ആൻസർ. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ HSA എക്സാമിന് വന്ന ചോദ്യമാണ്, ശ്രദ്ധിച്ച് നോക്കി ആൻസർ ചെയ്യാം നമുക്ക്. നോക്കിക്കേ, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എക്സ് സ്ക്വയർ ബൈ റൂട്ട് 1 മൈനസ് എക്സ് റൈസ് ടു 6നെ എക്സ് ക്യൂബിൻ്റെ സ്ക്വയർ എന്നാക്കാം, അത്രയും ഡി എക്സ്. ഓക്കെ, എക്സ് റൈസ് ടു 6നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ക്യൂബിൻ്റെ സ്ക്വയർ എന്നാക്കാം. ഇതെന്തിനെങ്ങനെ ആക്കുന്നത്? കാരണം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയറാണ്, അവിടുന്ന് എക്സ് സ്ക്വയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ക്യൂബിന് പകരം ടി കൊടുക്കുക, 3x സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അവിടുന്ന് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ത് കിട്ടും? ഡി ടി ഡിവൈഡഡ് ബൈ 3 കിട്ടും. സോ ചോദ്യം എങ്ങനെ മാറും? എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ബൈ 3 ആവും. 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് ക്യൂബിന് പകരം ടി വരും, സ്ക്വയർ. 1 ബൈ 3 മാറ്റി നിർത്തി കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ എന്താണ്? സൈൻ ഇൻവേഴ്സ് ടി ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ വരിക. സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ആണല്ലോ 1 ബൈ റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ പ്ലസ് സി. ഇനി എന്ത് ചെയ്യുക? ടിക്ക് പകരം എക്സ് ക്യൂബ് തിരിച്ചു കൊടുക്കുക, 1 ബൈ 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി. ഓക്കെ, ടിക്ക് പകരം നമ്മൾ എന്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എക്സ് ക്യൂബ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആൻസർ എന്ത് വന്നു? 1 ബൈ 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടിക്ക് പകരം എക്സ് ക്യൂബ് കൊടുത്തു പ്ലസ് 3. ഓപ്ഷൻ സി 1 ബൈ 3 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് 3 ആണ് ആൻസർ കിട്ടുക. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നോക്ക്, 3x പ്ലസ് 5y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0 എന്ന വര
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 6y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന വൃത്തത്തിൻ്റെ ഡാഷ് ആണ്, ഞാണാണോ, വ്യാസമാണോ, സ്പർശരേഖയാണോ, അതോ സ്പർശലംബമാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വ്യാസമാണോ എന്നറിയാനൊരു വഴിയുണ്ട്. വ്യാസമാവണമെങ്കിൽ സെൻറ്ററിലൂടെ കടന്നു പോകണം. സെൻറ്ററിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സെൻറ്റർ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ് അല്ലേ? സെൻറ്റർ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വ്യാസമാണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വ്യാസം നോക്കാൻ എളുപ്പമാണ്, കാരണം സെൻറ്റർ പെട്ടെന്ന് കിട്ടും നമുക്ക്. സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം. ഓക്കെ, കമ്പയർ ചെയ്യുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2g ആണ്. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? -4 ആണ്. സോ 2g ഇസ് ഈക്വൽ ടു -4. അവിടുന്ന് g ഇസ് ഈക്വൽ ടു -4/2 ഇസ് ഈക്വൽ ടു -2. ഇവിടെ കമ്പയർ ചെയ്താൽ 2f അല്ലേ? 2f ഇസ് ഈക്വൽ ടു 6 എന്ന് വരും, വൈയുടെ കോയിഫിഷ്യൻ്റ്. 2f ഇസ് ഈക്വൽ ടു 6, f ഇസ് ഈക്വൽ ടു 6/2 ഇസ് ഈക്വൽ ടു 3. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് കിട്ടി? ജിയും കിട്ടി, എഫും കിട്ടി. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? -g - f ആണ് സെൻറ്റർ. സോ -2 2 വരും, -3 വരും. 2 - 3 ആണ് സെൻറ്റർ. ഈ കാണുന്ന ഇക്വേഷൻ 2 - 3യിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നറിയാൻ ഈ പോയിൻ്റ് ആ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. 3 ഇൻറ്റു എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് 2 പ്ലസ് 5 ഇൻറ്റു വൈക്ക് പകരം വൈ കോർഡിനേറ്റ് -3 പ്ലസ് 9. സോ 23 6 -15 പ്ലസ് 9. 9 6 15 -15 ഇസ് ഈക്വൽ ടു 0. ഐഡിയ പിടി കിട്ടിയോ? 0 കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലൈൻ കടന്നു പോകുന്നത്? 3x പ്ലസ് 5y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0 എന്ന ലൈൻ കടന്നു പോകുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് എന്ന് പറയാം. സെൻറ്ററിലൂടെ കടന്നു പോകണമെങ്കിൽ അതെന്താവണം? വ്യാസമാവണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ഒരു വ്യാസമല്ലേ? ഞാണെന്ന് പറയുന്നത്, കോഡെന്ന് പറയുന്നതും എന്താണ്, ഡയമീറ്റർ ഈസ് ഓൾസോ എ കോഡെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ ഈസ്, പർട്ടിക്കുലർലി എടുത്തു പറയാൻ പറ്റുന്നത് എന്താണ്? ഡയമീറ്റർ എന്ന് തന്നെയാണ്, വ്യാസം എന്ന് തന്നെയാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം, വ്യാസം എന്ന് പറയുന്നതാണ് ഡയമീറ്റർ. ഓക്കെ, എത്രാമത്തെ ചോദ്യമായിരുന്നു ഇത്? നമ്മുടെ 9ാമത്തെ ചോദ്യമായിരുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 10, i³ പ്ലസ് i⁻10 മൈനസ് i⁵5 പ്ലസ് i⁻6 എന്ന സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്ത് എന്നുള്ളതാണ് ചോദ്യം. രേഖീയ ഭാഗം എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്. ഓക്കെ, സാങ്കല്പിക ഭാഗമാണ് ഇമാജിനറി പാർട്ട്. i³ എന്ന് പറഞ്ഞാൽ എന്താ? i³ -i ആണെന്നറിയാം. i⁻10നെ എന്താണ്? i⁻8 ഇൻറ്റു i² എന്ന് എഴുതാം. i² -1 വരും. i⁻4 ഇൻറ്റു 1 എന്ന് എഴുതാം, അത് i വരും. i⁻6നെ i⁻4 ഇൻറ്റു i² എന്ന് എഴുതാം, i² -1 വരും. അതായത് -2 -2i എന്ന് കിട്ടും. അതിൻ്റെ റിയൽ പാർട്ട് -2 വരും. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് i⁻4n, i⁻4 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? i⁻4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ω⁻3 എന്ന് പറയുന്നത് 1 ആണ്. ഇത് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് വരും. ഓക്കെ, ω എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ PSC ധാരാളം ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പ്രതീക്ഷിക്കാം. നോക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അന്നേരം കൂടുതൽ കാര്യങ്ങൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയെക്കുറിച്ച് പറയാം കേട്ടോ. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 11, 2i - 3j + 4k, ai + 6j - 8k എന്നീ സദിശങ്ങൾ
സമരേഖീയമാണ് എങ്കിൽ, സമരേഖീയമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമരേഖീയം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഐജെകെയുടെ കോയിഫിഷ്യൻസ് പ്രൊപ്പോർഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സമരേഖീയമാണ്, കൊളീനിയർ ആണ് എങ്കിൽ. ഓക്കെ, ഒരെണ്ണത്തിനെ മറ്റൊന്നിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ എ കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പം എ കണ്ടുപിടിക്കാൻ എന്താണ്? ഐജെകെയുടെ കോയിഫിഷ്യൻസ് പ്രൊപ്പോർഷനിലാണെന്നറിയാം. ഓക്കെ, അതിൻ്റെ റേഷ്യോ സെയിം ആവണം. അതായത് 2/a എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം? നോക്ക്, 2/a is equal to -3/6 ഈക്വൽ ടു 4/-8. അത് എഴുതണം എന്നില്ല. അത് ക്രോസ് ചെയ്താൽ -3a അല്ലേ? -3a is equal to 12. a is equal to -12/3. ആൻസർ എന്ത് വരും? -4 വരും. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ ഡി -4 ആണ് നമുക്ക് ആൻസർ വരിക. 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 12. y" പ്ലസ് 2y' പ്ലസ് y is equal to x² എന്ന സമവാക്യത്തിൻ്റെ പൊതുപരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് എഴുതാനാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ പൊതുപരിഹാരം അഥവാ ജനറൽ സൊല്യൂഷൻ നോക്ക്. ആദ്യമേ തന്നെ ഓക്സിലറി ഇക്വേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ആൻസർ കൺഫേം ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഓപ്ഷൻ്റെയും ഓക്സിലറി ഇക്വേഷൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ എന്താണ് വരിക? m² പ്ലസ് 2m പ്ലസ് 1 is equal to 0. ദാറ്റ് ഈസ് m plus 1 whole square is equal to 0. m is equal to -1, -1. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള റൂട്ടുകളാണ്. ശരിയല്ലേ? സോ എന്ത് വരും? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു -x എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ c1 e റൈസ് ടു -x പ്ലസ് c2 x e റൈസ് ടു -x. c1 e റൈസ് ടു -x പ്ലസ് c2 x e റൈസ് ടു -x വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷനിലൊന്നും അത് വരുന്നില്ലല്ലോ. ഇവിടെ c2 e റൈസ് ടു x ആണ് ഓപ്ഷൻ ഡി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ ആൻസർ കൺഫേം ചെയ്യാം. ബാക്കിയുള്ളത് അല്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇനി എപ്പോഴും ഇങ്ങനെ ഭാഗ്യം തുണയ്ക്കും എന്ന് വിചാരിക്കരുത്. ചില കേസിൽ അവർ എല്ലാ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും സെയിം ആയിട്ട് തരാം, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ മാത്രം വ്യത്യാസപ്പെടുത്തിയും തരാം. അന്നേരം പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അന്നേരം നിങ്ങൾ ഓപ്ഷൻ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എല്ലായിടത്തും സെയിം ആണെങ്കിൽ അത് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡയറക്റ്റ്ലി യു ക്യാൻ ഗോ വിത്ത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. സോ ഇവിടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 3 ഫോർമാറ്റ്സ് ആണുള്ളത്. e റൈസ് ടു ax, sin ഓഫ് ax പ്ലസ് ബി, അല്ലെങ്കിൽ cos ഓഫ് ax പ്ലസ് ബി, അല്ലെങ്കിൽ x റൈസ് ടു n. ഇങ്ങനെ 3 ടൈപ്പിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് തേർഡ് ഫോർമാറ്റ് x റൈസ് ടു n വരുന്ന ഫോർമാറ്റ് ആണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ വർക്കിംഗ് റൂള് ഇൻവേഴ്സ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ 1/5 ഓഫ് d ഇൻറ്റു x². ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ 5 ഓഫ് d എന്ന് പറയുന്നത് d+1 ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു x². ഓക്കെ, ഇത് എന്ത് വരും? 1 പ്ലസ് d റൈസ് ടു -2 ഇൻറ്റു x² എന്ന് വരും. ഇവിടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാം. 1 - 2d പ്ലസ് 3d² മൈനസ് എക്സെട്ര എന്ന് വരും. ദാറ്റ് ഈസ് ഇൻറ്റു എന്താണ്? x². x² ഉള്ളിലേക്ക് വന്നാൽ x² മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² 2x പ്ലസ് സെക്കൻഡ് ഓർഡർ 3 ഇൻറ്റു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് x² 2 വരും. മൈനസ് അടുത്ത ഓർഡറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 2 കഴിഞ്ഞാൽ പിന്നെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് മനസ്സിലായി. സോ x² മൈനസ് 4x പ്ലസ് 6. ഓക്കെ, x² മൈനസ് 4x പ്ലസ് 6 കണ്ടോ? x² മൈനസ് 4x പ്ലസ് 6 ഇങ്ങനെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടിയപ്പോൾ തന്നെ രക്ഷപ്പെട്ടു. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ചെയ്ത് നോക്കേണ്ട ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 12ാമത്തെ ചോദ്യമായിരുന്നു അത്. അടുത്ത 13ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. 1, 8, 27 എക്സെട്ര എന്നീ n സംഖ്യകളുടെ മാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്ക്, ഈ നമ്പേഴ്സിൻ്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ സം എടുക്കുക ബൈ എന്ത് ചെയ്യുക? n സംഖ്യകളാണ്, അപ്പോൾ n കൊണ്ട് ഹരിക്കണം അല്ലേ? x ബാർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 8 പ്ലസ് 27 പ്ലസ് എക്സെട്ര ബൈ n.
ഓക്കെ, ഇതെന്താണ് സാധനം? ഇതിനൊരു പ്രത്യേകതയുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബാണ്, 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്, 27 3 ക്യൂബാണ്, അങ്ങനെ പോയി അപ് ടു n ടേംസ് അല്ലേ, n ക്യൂബ് ബൈ n. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതെന്താണ്? ന്യൂമറേറ്റർ സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്താണ്? n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ ബൈ 4 ആണ് ഫോർമുല. താഴെ ഒരു എന്നും കൂടെ വരും, ഒരു എന്നും സ്ക്വയറും വെട്ടാം, ബാക്കി n ഇൻറ്റു n പ്ലസ് 1ൻ്റെ സ്ക്വയർ ബൈ 4. ഓക്കെ, എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക അല്ലേ, n ഇൻറ്റു n പ്ലസ് 1ൻ്റെ സ്ക്വയർ ബൈ 4. നിങ്ങൾ 3 ഫോർമുലാസ് ആണ് ഓർത്തിരിക്കേണ്ടത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഏതൊക്കെയാണ്? ഒന്ന്, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സിഗ്മ n എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, പിന്നെ സിഗ്മ n സ്ക്വയർ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to k എന്നുള്ള രീതിയിൽ എഴുതണം കേട്ടോ. n ഇസ് ഈക്വൽ ടു 1 to k, സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to k n ക്യൂബ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫോർമുല എന്താണ്? n സ്ക്വയർ n പ്ലസ് 1ൻ്റെ സ്ക്വയർ ബൈ 4. ഈ 3 ഇക്വേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. എവിടൊക്കെയാണ് എപ്പോഴൊക്കെയാണ് യൂസ് വരിക എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകൾ കൂട്ടിയാൽ എന്ത് കിട്ടും? ഓക്കെ, ക്ലിയർ. 13 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 14. 4 3 2 -1 3 6 4 8 3 4 2 1 2 5 2 1 എന്ന മാട്രിക്സിൻ്റെ ഐഗൺ വിലകളുടെ തുക, സം ഓഫ് ഐഗൺ വാല്യൂസ്. സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നതാണ് എന്ത്? ട്രേസ്. ട്രേസ് എന്ന് പറയുന്നത് 6 4 10 2 12 1 13 വരും ആൻസർ. ശരിയല്ലേ? ഓപ്ഷൻ ബി 13 ആണ് ആൻസർ കിട്ടുക. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. നോക്ക്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത് എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. താഴെ എന്തുണ്ട്? ഒരു n ക്യൂബും കൂടെ വരും. ഒരു n n ക്യൂബും വെട്ടിയാൽ n സ്ക്വയർ ആയി. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക? 2n സ്ക്വയർ വരും അല്ലേ. 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 2n പ്ലസ് 1 എന്ന് വരും. താഴെ 6n സ്ക്വയർ. നോക്കിക്കേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്നിൻ്റെ ഹയസ്റ്റ് പവർ n സ്ക്വയർ ആണ്. ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് പ്രകാരം കോയിഫിഷ്യൻ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 2/6 കട്ട് ചെയ്താൽ 1/3. ഓപ്ഷൻ സി 1/3 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനലായിട്ടുള്ള ആൻസർ കിട്ടുക. സെറ്റാണെന്ന് വിചാരിക്കുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. dy/dx മൈനസ് y ഇസ് ഈക്വൽ ടു e റൈസ് ടു എക്സ് എന്ന സമവാക്യത്തിൻ്റെ നിർദ്ധാരണ മൂല്യം എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. dy/dx മൈനസ് y ഇസ് ഈക്വൽ ടു e റൈസ് ടു എക്സ് കാണുമ്പോഴേ അറിയാം ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്താണ്? dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q. കമ്പയർ ചെയ്താൽ p ഇസ് ഈക്വൽ ടു -1, q ഇസ് ഈക്വൽ ടു e റൈസ് ടു എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്, ഇ റൈസ് ടു ഇൻ്റഗ്രൽ -1 ഡി എക്സ്. സോ ഇ റൈസ് ടു ഇൻ്റഗ്രൽ മൈനസ് മാറ്റിയെടുത്ത് ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് വരും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇ റൈസ് ടു -x. സൊല്യൂഷൻ എന്താണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു -x, ഇൻ്റഗ്രൽ ഓഫ് q എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്, ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു -x ഡി എക്സ്. സോ y ഇൻറ്റു ഇ റൈസ് ടു -x ഈക്വൽ ടു ഇ റൈസ് ടു എക്സും ഇ റൈസ് ടു -xും എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, എക്സ് മൈനസ് എക്സ് 0, ഇ റൈസ് ടു 0 1 വരും അല്ലേ, 1 ഡി എക്സ് എന്ന് വരും. സോ എന്ത് കിട്ടും?
y ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി. ഓക്കെ, ഫ്രം ദാറ്റ് ഇ റൈസ് ടു മൈനസ് എക്സ് അപ്പുറം പോയാൽ ഇ റൈസ് ടു എക്സ് വരും ഇൻറ്റു എക്സ് പ്ലസ് സി. സോ y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 17ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇത് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന മോഡലാണ്. ഈ ചോദ്യം ക്ലിയർ ആയിട്ട് നോക്കി വെക്കണം. കഴിഞ്ഞ ക്ലാസ്സിലും സിമിലർ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. എന്താണ്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആൻഡ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, 4by, വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡഡ് പരാബോള. ഈ പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു 4by എന്ന് പറയുന്ന അപ്വേർഡ് പരാബോള. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദിസ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആൻഡ് ദിസ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4by. ഓക്കെ, ഇതിനിടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ്ലി ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? 16ab/3 എന്ന ഫോർമുല. ഓക്കെ, സോ ഹിയർ കമ്പയർ ചെയ്യുക. വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആണ് തന്നിട്ടുള്ളത്. കമ്പയർ ചെയ്താൽ 4a ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അവിടുന്ന് a ഇസ് ഈക്വൽ ടു 4/4 1 കിട്ടും. ഇവിടെ നമ്മൾ കമ്പാരിസൺ നടത്തിയാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 1/4y ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ വൈയുടെ കോയിഫിഷ്യൻറ്റ് 4b ആണ്. ഇവിടെ 1/y ആണ്. അതായത് 4b ഇസ് ഈക്വൽ ടു 1/4 എന്ന് വരും. b ഈക്വൽ ടു 1/16 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 16 ഇൻറ്റു എക്ക് പകരം 1, ബിക്ക് പകരം 1/16/3. 16 കട്ട് ചെയ്യാം, 1/3 വരും ആൻസർ. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി 1/3 ആണ് നമുക്ക് എന്ത് കിട്ടുക? ആ വക്രങ്ങൾക്കിടയിലെ പരപ്പളവ് കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരെണ്ണം പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. സിഗ്മ 1/n അഭിസരിക്കുന്നു. അഭിസരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്നു. 1/n എന്ന് പറയുന്ന സീക്വൻസ് n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. അപസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ തന്നെ മറ്റു പേരുകളാണ് സംവ്രജിക്കുകയും വിവ്രജിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നോക്ക്, ഇത് ശരിയാണോ? സിഗ്മ 1/n, സിഗ്മ 1/n-നകത്ത് n⁻1 ആണ്. അത് പി സീരീസ് ആണ്. പി സീരീസ് വിത്ത് പി ഇസ് ഈക്വൽ ടു 1 ഡൈവേർജൻ്റ് ആണ് അല്ലേ? ഡൈവേർജൻ്റ് ആണ്, കൺവേർജൻ്റ് അല്ല. അപ്പോൾ തന്നെ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എയും ബിയും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി പോയി. ഓക്കെ, ഇനി ബിയും കൂടെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം. യെസ്, 1/n, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൺവേർജസ് ടു 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൺവേർജസ് ടു 0 ആണ് എന്ത്? 1/n, n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ അപ്പോൾ രണ്ടാമത്തെ ഡൈവേർജ് അല്ല, കൺവേർജ് ആണ്. അതും തെറ്റാണ്. എയും ബിയും ശരിയാണെന്നുള്ളത് തെറ്റാണ്. എയും ബിയും തെറ്റാണ് എന്നുള്ളത് ശരിയാണ് അല്ലേ? എയും ബിയും തെറ്റാണ് എന്നുള്ളത് എന്താണ്? ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ ഈ കൺവേർജൻസ് കണ്ടീഷണൽ കൺവേർജൻസും വരാം കേട്ടോ. നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കണം. അബ്സല്യൂട്ട് വാല്യൂ സീരീസ് കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഈ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെബനിസ് ടെസ്റ്റ് പെർഫോം ചെയ്യണം. ലെബനിസ് ടെസ്റ്റിൻ്റെ 2 കണ്ടീഷൻസ് എടുക്കണം അല്ലേ?
ആ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലെബനിസ് ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ആ സീരീസ് അബ്സല്യൂട്ട് വാല്യൂ സീരീസ് ഡൈവേർജ് ചെയ്യുകയും ലെബനിസ് ടെസ്റ്റിൽ കൺവേർജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ കണ്ടീഷണലി കൺവേർജൻ്റ് എന്നുള്ള പേരിട്ട് വിളിക്കും. കണ്ടീഷണലി കൺവേർജൻറ്റ്. ഈ ലെബനിസ് ടെസ്റ്റിലും ഡൈവേർജ് ചെയ്യാണ് സീരീസ് എങ്കിൽ ആ സീരീസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഡൈവേർജൻ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡൈവേർജൻ്റ് സീരീസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1/n ഒക്കെ വരുന്ന സീരീസാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ആ ഓൾട്ടർനേറ്റിംഗ് സീരീസ് വരികയാണെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കുന്നു. ആ -1 വരുന്ന പോർഷൻ ഒഴിവാക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരിനെയാണ് അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എന്ന് വിളിക്കുക. ആ അബ്സല്യൂട്ട് വാല്യൂ സീരീസ് ഡയറക്റ്റ്ലി കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നു. ഡൈവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെബനിസ് ടെസ്റ്റ് എടുക്കുന്നു. ലെബനിസ് ടെസ്റ്റിൽ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ കണ്ടീഷണലി കൺവേർജൻ്റ്. സാധാരണഗതിയിൽ ഈ ഒരു ആംഗിളിൽ ക്വസ്റ്റ്യൻ പോകാറുണ്ട്. അതായത് ഒരു സീരീസ് കിട്ടുന്നു, അബ്സല്യൂട്ട് വാല്യൂ സീരീസ് എടുക്കുന്നു, അത് ഡൈവേർജ് ചെയ്യുന്നു, ലെബനിസ് ടെസ്റ്റ് എടുക്കുന്നു, അന്നേരം കൺവേർജ് ചെയ്യുന്നു, കണ്ടീഷണലി കൺവേർജൻ്റ് ആവുന്നു. ആ ആംഗിളിൽ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി കണ്ടീഷണലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലും പറയാം. നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നും പറയാം കേട്ടോ. നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നാണ്. നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും എന്ത് തന്നെയാണ്? കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമിന് വന്നത് അങ്ങനെയാണ്. നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? കണ്ടീഷണലി കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊന്ന് നോക്കി വെച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്? 100% പ്രതീക്ഷിക്കാവുന്നതാണ്. 18ാമത്തെ ചോദ്യമായിരുന്നു അത്. അടുത്ത 19ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 1, ω, ω² എന്നിവ ഏകതത്തിൻ്റെ ഘനമൂലങ്ങളാണെങ്കിൽ, ഏകത്തിൻ്റെ ഘനമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്നാണ് ചോദ്യം. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ ബേസിക്സ് മസ്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഞാനത് സൈഡിൽ നോട്ടായിട്ട് പറയാം. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് റൂട്ട് x ഇസ് ഈക്വൽ ടു 1ൻ്റെ ക്യൂബ് റൂട്ടിനെ 1⁻³ എന്ന് എഴുതാം. ഇത് ക്യൂബ് എടുത്താൽ x³ ഈക്വൽ ടു 1 എന്ന് വരും. 1 ഇപ്പുറം എടുത്താൽ x³ - 1 ഇസ് ഈക്വൽ ടു 0. 1നെ 1³ എന്ന് എഴുതാം. a³ - b³ a - b × a² + ab + b² എന്ന റിസൾട്ട് ഉപയോഗിക്കാം. x ഈക്വൽ ടു 1. അപ്പോൾ ഒരു ക്യൂബ് റൂട്ട് 1 ആണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. x ഈക്വൽ ടു -1 ± √1² - 4 × 1 × 1 4 വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2a, അതായത് -1 ± √−3/2, ദാറ്റ് ഈസ് -1 ± √3i/2. അപ്പോൾ ഒരു റൂട്ട് x ഇസ് ഈക്വൽ ടു 1 ആണ്. ഒരെണ്ണം -1 + √3i/2 കിട്ടി. ഒരെണ്ണം -1 - √3i/2 കിട്ടി. ഈ -1 + √3i/2നെ വിളിക്കുന്ന പേരാണ് ഒമേഗ. -1 - √3i/2നെ വിളിക്കുന്ന പേരാണ് ω². ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റുകൾ. ഈ 2 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഒട്ടുമിക്ക ചോദ്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1ഉം ഒമേഗയും ω² കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 0 കിട്ടും. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഈസ് 0. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി 1ഉം ω² ഗുണിച്ചു കഴിഞ്ഞാൽ ω³ കിട്ടും. ഒമേഗ ഇസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്താണ്? x³ - 1 ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ്റെ ഒരു റൂട്ടാണ് ഒമേഗ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഈ ഇക്വേഷൻ നോക്ക്. x³ - 1³ ഈക്വൽ ടു 0, അതായത് x³ ഈക്വൽ ടു 1. ഇതിൻ്റെ ഒരു റൂട്ടാണല്ലോ ഒമേഗ. റൂട്ട് ഷുഡ് ഓൾവേസ് സാറ്റിസ്ഫൈ ദ മെയിൻ ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൂട്ട് ഷുഡ് ഓൾവേസ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ എക്സിന് ഒമേഗ കൊടുത്താൽ ω³ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ω³ 1 വരും. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 1ഉം സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് 0യും. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളൂ. ഈ 2 പോയിന്റുകൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0. പ്രോഡക്റ്റ് ഓഫ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. ω⁻³ വന്നാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അത് ഞാൻ എന്തുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കാൻ പറഞ്ഞു? I⁻⁴ വന്നാൽ 1 ആയിരിക്കും. അതേപോലെ തന്നെ
ഒമേഗ റേസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത് 1 ആയിരിക്കും. ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക, മാറിപ്പോരുത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഇത്രയും അറിഞ്ഞാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യനെ ഇവിടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നോക്ക്, 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്നാണ് ചോദ്യം. 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ റേസ് ടു 4 ഹോൾ സ്ക്വയർ. നിങ്ങൾ നോക്കിക്കേ, 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എന്നാക്കാലോ. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്താണ്? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 അവിടുന്ന് 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ കൊടുക്കാം, ശരിയല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ്, നോക്ക്, ഒമേഗ റൈസ് ടു 4നെ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ എന്ന് എഴുതാലോ. ഒമേഗ ക്യൂബ് 1 ആവും, 1 ഇൻറ്റു ഒമേഗ ആവും, മൈനസ് ഒമേഗ റൈസ് ടു 4 എന്ന് പറയുന്നത് എന്ത് വരും? 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗയാണേ. നമുക്ക് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് കേട്ടോ വേണ്ടത്, 1 പ്ലസ് ഒമേഗ അല്ല, 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗയാണ് വരിക, ശരിയല്ലേ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ എടുത്താൽ പ്ലസ് ഒമേഗ അപ്പുറം പോയി മൈനസ് ഒമേഗ മൈനസ് ഒമേഗ റൈസ് ടു 4 സിംപ്ലിഫൈ ചെയ്ത് ഒമേഗ കിട്ടി, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഒമേഗയുടെ സ്ക്വയർ, മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ഒമേഗ സ്ക്വയർ, 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. വേണ്ട, ഒമേഗ സ്ക്വയർ എന്താ? -1 മൈനസ് √3i/2. ഒമേഗയാണ് -1 പ്ലസ് √3i/2. അത് കാണാതെ പഠിച്ചു വെക്കണം മക്കളെ. ഒമേഗ സ്ക്വയർ ആണ് -1 മൈനസ് √3i/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചിലപ്പം എക്സാമിന് 4 ഒമേഗ സ്ക്വയർ വരെ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അവർ വാല്യൂം കൂടെ ഇട്ടിട്ട് വെക്കും. ഓക്കെ, -1 എന്താണ്? -1 മൈനസ് √3i/2, -1 മൈനസ് √3i/2. 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 വരും, ഒരു മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുത്താൽ -2 ഇൻറ്റു 1 പ്ലസ് √3i, -2 ഇൻറ്റു 1 പ്ലസ് √3i. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ, -2 ഇൻറ്റു 1 പ്ലസ് √3i, ഓപ്ഷൻ ബി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണെന്ന് ഓർത്തിരിക്കണം. ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 1 ആണെന്ന് ഓർത്തിരിക്കണം. ഒമേഗ -1 പ്ലസ് √3i/2 ആണെന്ന് ഓർത്തിരിക്കണം. ഒമേഗ സ്ക്വയർ -1 മൈനസ് √3i/2 ആണെന്ന് ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വലിയ ബുദ്ധിമുട്ടുകളില്ല. ഈ ബോക്സ് ചെയ്തിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാമെങ്കിൽ ക്ലിയർലി വി ക്യാൻ അഡ്ജസ്റ്റ് ഫ്രം ദ ഗിവൺ ഇക്വേഷൻ. 20ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്. ലോഗ് ഇസഡിൻ്റെ സാങ്കല്പിക ഭാഗം, ഇമാജിനറി പാർട്ട്, ടാൻ ഇൻവേഴ്സ് y/x. ഇതെന്താണ്? ദിസ് ഈസ് ദ റിയൽ പാർട്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം. ലോഗ് ഇസഡിന് ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് iy ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് r e⁻i⁻θ പോളാർ ഫോമിലേക്ക് മാറ്റിയാൽ. സോ ലോഗ് ഇസഡിനെ ലോഗ് r e⁻i⁻θ എന്ന് എഴുതാം. അതായത് ലോഗ് r പ്ലസ് ലോഗ് e⁻i⁻θ. സോ ലോഗ് r പ്ലസ് ലോഗ് a⁻n n ലോഗ് i⁻θ ലോഗ് എന്ന് വരും. ലോഗരിതം ഓഫ് എക്സ്പൊണൻഷ്യൽ ഈസ് 1. ദെൻ ലോഗ് r പ്ലസ് i⁻θ എന്ന് വരും. r എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, r മോഡ് z ആണെന്നറിയാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x² പ്ലസ് y² ആൻഡ് θ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് z, ദാറ്റ് ഈസ് tan inverse y/x. Okay, so this is equal to log root x² plus y² plus I into tan inverse y/x. So root x² plus y² നെ വേണമെങ്കിൽ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ എഴുതാം? ലോഗ് x² plus y² റൈസ് ടു ഹാഫ് എന്ന് എഴുതാം, പ്ലസ് I into tan inverse y/x. ലോഗ് a⁻n n ലോഗ് ആണ്, ഹാഫ് താഴെ വരും. ഹാഫ് ഇൻറ്റു ലോഗ് x² പ്ലസ് y² പ്ലസ് I ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y/x. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് ദിസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. ഓക്കെ, 21ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 21.
വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6e റൈസ് ടു മൈനസ് എക്സ് എന്ന സമവാക്യത്തിൻ്റെ പൊതുപരിഹാരം എന്താണ്? ഓക്കെ, ഓക്സിലറി ഇക്വേഷൻ എന്താണ് വരിക? എം സ്ക്വയർ പ്ലസ് എം ഇസ് ഈക്വൽ ടു 0, എം ഇൻറ്റു എം പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, എം ഇസ് ഈക്വൽ ടു 0, എം ഇസ് ഈക്വൽ ടു -1, ടു റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു c1 e റൈസ് ടു 0x പ്ലസ് c2 e റൈസ് ടു -x. സോ c1 പ്ലസ് c2 e റൈസ് ടു -x വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. ശരിയല്ലേ? c1 പ്ലസ് c2 e റൈസ് ടു -x വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? 1 ബൈ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്താണ്? d² പ്ലസ് d ആണ്, ഇൻറ്റു 6 ഇൻറ്റു e റൈസ് ടു -x. ഓക്കെ, പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ 3 ഫോർമാറ്റ്സ് ഓർത്തിരിക്കണം, സൈഡിലൊന്ന് എഴുതിയിടാം. 1/5 ഓഫ് ഡി ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ആണ് വരുന്നതെങ്കിൽ പുട്ട് ഡി ഈക്വൽ ടു എ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. 1/5 ഓഫ് ഡി ഇൻറ്റു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഒ അല്ലെങ്കിൽ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഒ ആണെങ്കിൽ d² ഈക്വൽ ടു -a² എന്നാണ് ഓർക്കേണ്ടത്. 1/5 ഓഫ് ഡി ഇൻറ്റു എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എന്താണ്? 5 ഓഫ് ഡി റൈസ് ടു -1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് മാറ്റി എഴുതണം. ആ 5 ഓഫ് ഡി റൈസ് ടു -1നെ സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് എക്സ്പാൻഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇത്രയും കേസാണ് നിങ്ങൾക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഷിഫ്റ്റഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സിലബസ് പ്രകാരം. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടില്ലെങ്കിലും നോക്കി വയ്ക്കാൻ നല്ലതാണ്. വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ ഈ സോ കോൾഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഇ റൈസ് ടു എക്സും സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഒ എക്സ് റൈസ് ടു എന്നോ ഒന്നും അല്ലെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സ് പോലെയുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. റോൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ? ഓക്കെ, റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ വരെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ബേസിസുകൾ y1ഉം y2ഉമായിട്ടുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണ്? c1y1 പ്ലസ് c2y2 ആണ് അല്ലേ? അപ്പോൾ റോൺസ്കിയൻ ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണ് റോൺസ്കിയൻ. റോൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ d ഈക്വൽ ടു എ ആണ്. സോ ഇവിടെ എന്താണോ ചോദ്യം എന്തായിരുന്നു? 6 ഇൻറ്റു ഇ റൈസ് ടു -x ആണ് ചോദ്യം. 6 ഇൻറ്റു ഇ റൈസ് ടു -x. അപ്പം ഇവിടെ ഡിക്ക് പകരം -1 കൊടുക്കാം. താഴെ -1ൻ്റെ സ്ക്വയർ പ്ലസ് 1, സോറി -1ൻ്റെ സ്ക്വയർ -1, ഡിനോമിനേറ്റർ 0 വരും. എന്ത് ചെയ്യുക? ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു x ഇൻറ്റു 6 ഇൻറ്റു താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 2d - 1 വരും, സോറി 2d പ്ലസ് 1 വരും, ഇൻറ്റു ഇ റൈസ് ടു -x. എഗെയിൻ പുട്ട് d ഈക്വൽ ടു -1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 പ്ലസ് 1 എന്ന് വരും, അത് -1 വരും. അപ്പോൾ -6x ഇൻറ്റു ഇ റൈസ് ടു -x വരും പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലേ? അതല്ലേ ഇവിടെ വന്നേക്കുന്നത്, -6x ഇൻറ്റു ഇ റൈസ് ടു -x. എന്തായാലും അത് ചെയ്യാണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ വെച്ച് മാത്രം കൺഫേം ചെയ്യാൻ പറ്റി. ഇനി ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ സെയിം ആണെങ്കിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാണ്ടൊരു കൺഫർമേഷൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, ചില കേസുകളിൽ ഭാഗ്യം തുണയ്ക്കാറുണ്ട്. 22ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള 2x - 7/4 എന്ന ഏകതത്തിൻ്റെ പ്രതിലോമം എന്താണ്? ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എക്സിനെ നമ്മൾ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2x - 7/4 ഇസ് ഈക്വൽ ടു y. 2x - 7 is equal to 4y. 2x is equal to 4y plus 7. x is equal to 4y plus 7 divided by 2. ഇതാണ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ടേംസിൽ എഴുതണമെന്നുണ്ടെങ്കിൽ 4x plus 7 divided by 2. ഓപ്ഷൻ സി 4x plus 7 divided by 2 ആണ് ആൻസർ വരിക. ഓക്കെ, 23ാമത്തെ ചോദ്യം. രണ്ട് ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവിൻ്റെ അംശബന്ധം, ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയയുടെ അംശബന്ധം 4:5 ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ 4π കട്ടായി പോവും. രണ്ട് ഗോളത്തിന് ഒറ്റ പരപ്പളവേ ഉള്ളൂ കേട്ടോ. ലാറ്ററലും ബേസും സെപ്പറേറ്റ് പറയാനില്ല, ഉപരിതല പരപ്പളവ് മാത്രമേ ഉള്ളൂ. സോ
അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 4πr1²/4πr2² ഈക്വൽ ടു 4/25. 4π കട്ട് ചെയ്യാം. ഫ്രം ദാറ്റ് r1/r2² ഈക്വൽ ടു 4/25. അവിടുന്ന് r1/r2 എന്ത് കിട്ടും? √4/25, ദാറ്റ് ഈസ് 2/5. ഓക്കെ, അപ്പോൾ r1/r2 കിട്ടി 2/5. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തത്തിൻ്റെ അംശബന്ധം എന്താണെന്നാണ് ചോദ്യം. റേഷ്യോ ഓഫ് ദിയർ വോളിയംസ് v1/v2 4/3 πr1³/4/3 πr2³ എന്താണെന്നാണ് ചോദ്യം. 4/3 π കട്ട് ചെയ്യാം. r1/r2³ എന്താണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് 2/5 എന്താണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് 8/125. ഓപ്ഷൻ സി 8:125 ആണ് നമുക്ക് എന്ത് കിട്ടുക? അതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കണേ. ഇപ്പം നമ്മുടെ സ്ഫിയർ ആണ് വരുന്നതെങ്കിൽ, ഗോളമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണെന്നും സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണെന്നും ഓർത്തിരിക്കണം. അർദ്ധഗോളം ഹെമിസ്ഫിയർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം 2/3 πr³ ആണെന്നും സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ബേസ് ഏരിയയും ഉണ്ട്, പാർശ്വമുഖ വിസ്തീർണവും ഉണ്ട്, പാദ വിസ്തീർണവും ഉണ്ട്. പാർശ്വമുഖ വിസ്തീർണം 4πr² പകുതി 2πr². താഴെ ഒരു സർക്കിളും കൂടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ πr² കൂടെ കൂട്ടി 3πr² ആണ് ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. പിന്നെ കോണിൻ്റെ കേസിൽ വോളിയം മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. വോളിയം 1/3 πr²h. h എന്ന് പറയുന്ന ഹൈറ്റ്, r എന്ന് പറയുന്ന റേഡിയസ്. സ്ലാൻ ഹൈറ്റ് തമ്മിലുള്ള റിലേഷൻ h എന്ന് പറയുന്ന L എന്ന് പറയുന്ന സ്ലാൻ ഹൈറ്റ്, ചരിവുയരം √h² + r² ആണ്. കോണിൻ്റെ കേസിൽ സർഫസ് ഏരിയ, പാർശ്വമുഖ വിസ്തീർണം πrl, പാദ വിസ്തീർണം πr². πrl + πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ കോണിൻ്റെ കേസിൽ. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ വോളിയം πr²h, സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ 2πrh. രണ്ട് സർക്കിളുണ്ട് മുകളിലും താഴെയും, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 2πr². 2πr പുറത്തെടുത്താൽ 2πr × h + r ആണ് സിലിണ്ടറിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പോൾ സിലിണ്ടർ, കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ ഇതെല്ലാം മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനിയുണ്ട് കൂടുതൽ സോളിഡ് ഫിഗേഴ്സ് ഉണ്ട്. തൽക്കാലം ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, ദെൻ 24ാമത്തെ ചോദ്യത്തിലേക്ക് വന്നോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 24. 5⁻1,999നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 5 ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറി ഉപയോഗിക്കാം അല്ലേ? 1,999ൻ്റെയും 7ൻ്റെയും GCD എന്താണ്? 1 ആണ്. സോ ക്ലിയർലി വി ക്യാൻ ഗോ വിത്ത് ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം. a⁻p−1 congruent to 1 modulo p. So here 5⁻7−1 6 congruent to 1 modulo 6. Okay, sorry, modulo p അല്ലേ, modulo 7. പിയുടെ വാല്യൂ 7 ആണല്ലോ. ഓക്കെ, 6നെ നമുക്ക് 1,999ൻ്റെ അടുത്ത് എത്തിക്കണം. അത് 333 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 1⁻333 വ്യത്യാസം ഉണ്ടാവില്ല, എഴുതണം നിർബന്ധമില്ല, 7. ഇപ്പോൾ ഇത് എന്ത് വരുവാടാ? 5⁻3618 ശിഷ്ടം 1, 3618 1 19 ശിഷ്ടം 1, 3618 1 19 1998 കിട്ടി. നമുക്ക് വേണ്ടത് 1999 അല്ലേ? ഇതെങ്ങനെ ഈ 333 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് മുൻപ് പരിചയമില്ലാത്തവർക്ക് ഈ 1,999നെ നിങ്ങൾ 6 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് 333 കിട്ടും വിത്ത് റിമൈൻഡർ 1. എന്നിട്ട് 333 പവർ എടുക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? 1 മോഡുലോ 7. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെ 5⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 5⁻1999 കിട്ടുമല്ലോ. 5⁻1998 ഇൻറ്റു 5⁻1 കോൺഗ്രുവൻറ്റ് ടു 5 മോഡുലോ 7.
അതായത് 5:1999 കോൺഗ്രുവൻറ്റ് ടു 5 മോഡുലോ 7. സോ 5:1999 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 5 ആയിരിക്കും. 5 is the answer. ഓക്കെ, യെസ്. 25ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/n ഹോൾ റൈസ് ടു n. ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക? നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 1 + 1/∞ ഹോൾ റൈസ് ടു ഇൻഫിനിറ്റി. 1/∞ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. 1/∞ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആൻസർ എങ്ങനെ വരും? e⁻g(x) × f(x - 1) എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. ലിമിറ്റ് x ടെൻസ് ടു 0. ഓക്കെ, അതായത് ലിമിറ്റ് x ടെൻസ് ടു a എന്നാണ് f(x) റൈസ് ടു g(x) എടുക്കുമ്പോൾ, ലിമിറ്റ് x ടെൻസ് ടു a f(x) റൈസ് ടു g(x) എടുക്കുമ്പോൾ 1/∞ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ e⁻x ടെൻസ് ടു a g(x) × f(x - 1) എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്തുവരാടാ? അപ്പോൾ e⁻x ടെൻസ് ടു, ഇവിടെ ഹിയർ n ആണ്, e⁻ n ടെൻസ് ടു ഇൻഫിനിറ്റി g(x) മുകളിലുള്ള സാധനം n ഇൻറ്റു അകത്തുള്ള സാധനം 1 + 1/n ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 കുറക്കണം. ഓക്കെ, സോ +1 - 1 ക്യാൻസൽ ആവും, ബാക്കി 1/n ഉണ്ടാവും, അവിടെ ഒരു n കട്ടാവും. അപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1, 1ൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 1 തന്നെയാണ്. സോ ഈ വരും ആൻസർ. ഇതൊരു റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഉപകാരമാണ്, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/n ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് വേണമെങ്കിൽ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഓർത്ത് വയ്ക്കാം. ആൻഡ് ജനറലി 1/∞ ഇൻഡിറ്റർമിനേറ്റ് ഫോം എങ്ങനെ ചെയ്തെടുക്കും എന്നും നമുക്കറിയാം. ഓക്കെ, 26ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 26. y = x³ എന്ന വക്രത്തിൻ്റെ 1:1 തൊടുവര എന്താണ്? തൊടുവര എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നോക്ക്, y = x³. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ dy/dx എന്ന് പറയുന്നത് x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². dy/dx അറ്റ് x = 1 കൊടുത്താൽ എന്ത് കിട്ടും? 3 × 1². ആൻസർ 3 കിട്ടും. ഓക്കെ, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് y - y0 = m × x - x0. സോ y - y കോർഡിനേറ്റ് 1 = m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 3 × x - x കോർഡിനേറ്റ് 1. y - 1 = 3x - 3, y = 3x - 3 + 1, y = 3x - 2. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ? y = 3x - 2. ക്ലിയർ ആണല്ലോ? 27ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 27. x² + 4y - 2x = എന്ന സമവക്രത്തിൻ്റെ ശീർഷം കണ്ടെത്തുക. ശീർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ശീർഷം എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് കണ്ടെത്തുക. പരാബോളയുടെ വെർട്ടെക്സ് എടുക്കാനാണ് ചോദ്യം. പരാബോളയുടെ വെർട്ടെക്സും ഫോക്കസും ഒക്കെ ചോദിക്കാറുണ്ട്. ഇത് ഷിഫ്റ്റഡ് പരാബോളയാണ്, ഒറിജിനിൽ നിന്ന് ഇത് മാറ്റിയിട്ട് ഉള്ളൊരു പരാബോളയാണ്. അപ്പം എന്തായാലും 0 നിന്ന് വെർട്ടെക്സ് മാറിയിട്ടുണ്ടാവും. മാറിയ പോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് അത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. x² - 2x അതിന് ശേഷം എഴുതി, +4y ഇപ്പുറം എടുത്ത് -4y. എന്താണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടുക. x² - 2x, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -2, -2ൻ്റെ പകുതി -1, -1ൻ്റെ സ്ക്വയർ 1 ഇവിടെ കൂട്ടി ഇപ്പുറം കൂട്ടുക. എന്തിനാ? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്തായി സാധനം? പെർഫെക്റ്റ് സ്ക്വയർ ആയി. x - 1 ഹോൾ സ്ക്വയർ ആയി. -4 പുറത്തെടുത്താൽ y - 1/4 എന്ന് വരും. ശരിയല്ലേ? സോ നമുക്കറിയാലോ x² = 4ay എന്ന് പറയുന്നതിൻ്റെ വെർട്ടെക്സ് 0 ആണ്. അതൊരു hkയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇക്വേഷൻ എങ്ങനെ വരും? x - h ഹോൾ സ്ക്വയർ = 4a × y - k. 4a എന്നുള്ളത് പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം, മുകളിലാണോ താഴെയാണോ എന്നതിനനുസരിച്ചിരിക്കും. എന്തായാലും വൈയുടെ ഷിഫ്റ്റിംഗ് ആണ് k എന്ന് പറയുന്നത്. അപ്പോൾ hk കിട്ടിയല്ലോ. ദീസ് ആർ ദ വാല്യൂസ് ഓഫ് h ആൻഡ് k. 1 1/4ലേക്കാണ്,
പുതിയ വെർട്ടെക്സ് ആയിട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി 1/4. 27ാമത്തെ ചോദ്യമായിരുന്നു അത്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. 10C2 + 10C4 + etc. + 10C10 കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ 1-2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1 + x⁻n എന്ന് പറയുന്നത് nc0 + nc1x + nc2x² + etc. + ncnx⁻n ആണ്. n-ന് 1 കൊടുത്താൽ എന്ത് വരും? nc0 + to find sum of coefficients put always x = 1 എന്ന് പഠിച്ചിട്ടുണ്ട്. nc0 + nc1 + nc2 + etc. + ncn = 1 + 1 2n എന്ന് വരും. ഓക്കെ, ഇതെല്ലാ കോയിഫിഷ്യൻസിൻ്റെയും സമ്മാണ്. ഓക്കെ, ഇതിനകത്ത് ഓഡ് ടേംസിൻ്റെ മാത്രം മതിയെങ്കിൽ ഈവൻ്റെ മാത്രം മതിയെങ്കിൽ nc2 + etc. ഒരു ഈവൻ ആണ് എന്ന് ഒരു ഈവനിൽ അവസാനിക്കുന്നുവെങ്കിൽ, ഓക്കെ, അതായത് ഈവൻ്റെ സമ്മാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു n അപ് ടു n ഈവൻ്റെ സമ്മാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആൻസർ 2n-1 ആയിരിക്കും. അതേപോലെ ഓഡിൻ്റെ കേസിലും ഓഡ് മാത്രം സമ്മ് മതിയെങ്കിൽ ആൻസർ 2n-1 ആയിരിക്കും. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്കറിയാം NCR എന്ന് പറയുന്നത് NCn-R ഈക്വൽ ആണ്. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ റിസൾട്ട് സിംപ്ലിഫിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നോക്ക്, അപ്പോൾ നമുക്ക് പറയാം 10C0 + 10C1 + 10C2 + etc. ആണെങ്കിൽ ആൻസർ etc. അപ് ടു 10C10 വരെ പോയി കഴിഞ്ഞാൽ 10C10 വരെ പോയി കഴിഞ്ഞാൽ ആൻസർ 2/10 ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ നോക്ക്, ഇനി ഇതിൻ്റെ പകുതി വരെയുള്ള സമ്മ് 2/10-1 ആയിരിക്കും. ഇതിൻ്റെ ഓഡ് ആൾക്കാരുടെ സമ്മ് 2/10-1 ആയിരിക്കും. ഈവൻ ആൾക്കാരുടെ സമ്മ് 2/10-1 ആയിരിക്കും. അതായത് 2/9 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് റിസൾട്ട് വരിക. ആ റിസൾട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന 1-2 സ്റ്റെപ്പിൻ്റെ കാര്യമുള്ളൂ. ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുക. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഈവൻ മാത്രം എടുക്കുകയാണെങ്കിൽ 10C0 + 10C2 + 10C4 + etc. + 10C10 എടുക്കുകയാണെങ്കിൽ ആൻസർ 2/10-1 2/9 ആയിരിക്കും ആൻസർ വരിക. ഇവിടെ നിങ്ങൾ നോക്ക്, 10C2 മുതലുള്ള സമ്മ് മതി നമുക്ക്. 2/9 512 ആണെന്നറിയാം, 2/10 1024 ആണെന്നും അറിയാം. ഇവിടെ എനിക്ക് 10C0യുടെ ആവശ്യമില്ല. 10C0 നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറലി nc0 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്, ncn 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്, nc1 n ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കണേ, സ്ഥിരം യൂസ് ആവുന്ന സാധനങ്ങളാണ്. നോക്ക്, 10C0 1 ആവും, ബാക്കി 10C2 + 10C 4 + etc. + 10C10 എന്ന് പറയുന്ന 512. ഇനി 1 അപ്പുറം കൊടുക്കുക, എന്ത് വരും? 10C2 + 10C4 + etc. + 10C10 = 512 1 കുറച്ച് 511 വരും ആൻസർ. ഓപ്ഷൻ ബി 511 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 28ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 29ാമത്തെ ചോദ്യം. log of log x എന്ന ഏകതത്തിൻ്റെ അവകലജം എന്താ? അവകലജം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദ്യം. ഇതെന്താണ്? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അഥവാ കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ചെയിൻ റൂൾ ഉപയോഗിക്കണം. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ ലോഗ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/log. അകത്തുള്ള ഫംഗ്ഷൻ ലോഗ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/x. അതായത് 1/x log x ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക. ഇത് ഹോൾ റൈസ് ടു 1 ആണ്. മുകളിൽ പോയാൽ x log x ഹോൾ റൈസ് ടു -1. ഓപ്ഷൻ ബി x log x ഹോൾ റൈസ് ടു -1. 30ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 30. 4 sin x + 8 - 7 sin x + 3 എന്ന ഏകതത്തിൻ്റെ അവകലജം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി ഉപയോഗിക്കാം, ശ്രദ്ധിക്കണേ. അതായത് sin x സ്ഥിരം ചോദിക്കുന്ന ഫോർമാറ്റാണ്. അതായത് a × f(x) + b ഡിവൈഡഡ് ബൈ c × f(x) + d. ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ എ ബി സി ഡിയുടെ ഡിറ്റർമിൻ്റ് എടുക്കുക, എന്നിട്ട്
എഫ് ഡാഷ് എക്സ് എടുക്കുക, എന്നിട്ട് ആ ഡിനോമിനേറ്റർ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി അങ്ങ് സ്ക്വയർ ചെയ്യുക. എന്തായാലും ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ടാവുമെന്നറിയാം. നിങ്ങൾക്ക് ക്വസ്റ്റൻ റൂൾ ചെയ്യാം കേട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ക്വസ്റ്റൻ റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. വെറുതെ അത്രയും സമയം കളയണ്ട. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ഈ ഇവിടുത്തെ നമ്പർ കിട്ടിയാൽ തന്നെ ആൻസർ കൺഫേം ചെയ്യാം. എന്തുവരും? 3 4 12 മൈനസ് ഓഫ് മൈനസ് 8 40 7 8 56, അതായത് 12 പ്ലസ് 56 68. 68 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡിയിലും ഉണ്ട്, സിയിലും ഉണ്ട്. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഓക്കെ, 68 വരുമെന്ന് കിട്ടി. എഫ് ഡാഷ് എക്സ്, എഫ് ഓഫ് എക്സ് ആരാ ഇവിടെ? സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എടുത്താൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ 68 കോസ് എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ആരാ? 3 മൈനസ് 7 സൈൻ എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ കോയിഫിഷ്യൻ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡിറ്റർമിൻ്റ് ABCD എടുത്താൽ തന്നെ ഉടനെ ആൻസർ ആവും. പിന്നെ ആ ഡെറിവേറ്റീവും കൂടെ നോക്കിയാൽ പക്ക കൺഫർമേഷനായി. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു സാധനം ഞാൻ എക്സ്ട്രാ പറഞ്ഞുതരാം. ഇപ്പോൾ റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എഫ് ഓഫ് എക്സ് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, അപ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ 2y മൈനസ് 1 എടുത്താൽ മതി. ഓക്കെ, ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ y ഇസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് പ്ലസ് എക്സെട്ര ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മുകളിൽ വരും, താഴെ 2y മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഇത് ശരിക്കും എങ്ങനെയാണ് വരിക? ആദ്യം ഇതിനെ സ്ക്വയർ ചെയ്യണം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് ബാക്കി റൂട്ടിൽ വരുന്ന ആൾ y ആണ്. എന്നിട്ട് വൈ സ്ക്വയർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നൊക്കെ ആക്കണം. ശരിയല്ലേ? ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഔട്ട് സൈഡ് എടുത്തിട്ട് ഇതിപ്പുറം കൊണ്ട് ഹരിച്ചിട്ടൊക്കെയാണ് കോസ് എക്സ് ബൈ 2y മൈനസ് 1 എന്ന് വരുന്നത്. അപ്പം ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഈ ഒരു ഫോർമാറ്റ് ഓർത്ത് വെച്ചാൽ ക്ലിയർലി ഇൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ബൈ 2y മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, റൂട്ട് ടാൻ എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ് പ്ലസ് റൂട്ട് ടാൻ എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ആണെന്ന് വെച്ചോളൂ. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഡി വൈ ബൈ ഡി എക്സ് എടുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തെടുത്താൽ മതി? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള സിക്സ് സ്ക്വയർ എക്സ് മുകളിൽ 2y മൈനസ് 1 താഴെ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് പെട്ടെന്ന് ആൻസർ കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഇതും കൂടെ ഓർത്ത് വെച്ചോളൂ, ചോദിക്കാറുള്ള ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.